വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. URL അല്ലെങ്കിൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, അതിലുള്ള ഡിഫറെന്റ് സെക്ഷൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ പാർട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഓരോ ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതിന് ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു URL HTTPS എന്ന് പറയുന്നത് സ്കീം അല്ലെങ്കിൽ പ്രോട്ടോകോൾ എന്ന് വിളിക്കും. ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ആണ് HTTPS എന്ന് പറയുന്നത്. അത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർഡ്. HTTP എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർഡ് അല്ലാത്തത്. പിന്നെ FTP എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. മെയിൽ ടു എന്ന് പറയുന്നത് ഒരു മെയിലിലേക്ക് ലിങ്ക് ചെയ്യുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഫയൽ ബ്രൗസർ വെച്ച് ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് ഫയൽ പ്രോട്ടോകോൾ ആയിരിക്കും. ഇനി ആ ഒരു പാർട്ട് കഴിഞ്ഞിട്ട് ക്ലയന്റ് ഡോട്ട് എന്ന് പറഞ്ഞ സെക്ഷൻ കാണുന്നുണ്ട് ഇവിടെ. ഇതാണ് സബ് ഡൊമൈൻ. ആക്ച്വൽ ഡൊമൈൻ എന്ന് പറയുന്നത് example.com ആണ്. അതിനാണ് ഡൊമൈൻ അല്ലെങ്കിൽ ഹോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഡൊമൈനോ അല്ലെങ്കിൽ IP അഡ്രസ്സോ വരാം. ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻസിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നെയിം ആണ്. ആ നെയിം ഒരു IP അഡ്രസ്സിലേക്കായിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. ചില നെയിംസ് ഒക്കെ ഒന്നും അവർ ഡൊമൈൻ നെയിം ഉണ്ടാവില്ല, IP അഡ്രസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് അതും ഒരു ഹോസ്റ്റ് ആണ്. IP അഡ്രസ് ആയിരിക്കും ഒരു ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്ലയന്റ് ഡോട്ട് എന്ന് പറയുന്നത് സബ് ഡൊമൈൻ ആണ്. ഇനി ആ ഒരു ഡൊമൈൻ കഴിഞ്ഞിട്ട് കോളൻ ശേഷം കാണുന്ന 8080 എന്ന് പറയുന്നത് പോർട്ട് നമ്പർ ആണ്. ഏത് പോർട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യുന്നതാണ് പോർട്ട്. പിന്നെ നമ്മൾ ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഏത് പ്രോട്ടോകോളിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടതെന്നാണ് സ്പെസിഫൈ ചെയ്യുന്നത്. നമ്മൾ പോർട്ട് നമ്പർ നമ്മൾ അധികം URLസിന് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് HTTPS ആണെങ്കിൽ ബൈ ഡീഫോൾട്ട് അത് യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ 443 ആയിരിക്കും. HTTP ആണെങ്കിൽ ഡീഫോൾട്ട് പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 80 ആയിരിക്കും. പിന്നെ FTP യൂസ് ചെയ്യുന്ന ഡീഫോൾട്ട് പോർട്ട് നമ്പർ 21 ആണ്. അതിനുശേഷം /path/to/resource ഈ ഒരു സെക്ഷനാണ് നമ്മൾ പാത്ത് എന്ന് പറയുന്നത്. പാത്ത് പലപ്പോഴും ഒരു ഡയറക്ടറി സ്ട്രക്ചറോ അല്ലെങ്കിൽ റൗട്ടോ ആയിരിക്കും. ഡയറക്ടറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഒരു സെർവറിൽ ഏത് ഫോൾഡറിലുള്ള ഏത് ഫയലാണ് എന്ന് നമ്മൾ ആക്സസ് ചെയ്യുന്നുള്ള ആ ഒരു ഡയറക്ടറി സ്ട്രക്ചർ. അതല്ലെങ്കിൽ റൗട്ട് നമ്മൾ ലാറാവലിലോ അല്ലെങ്കിൽ Vue.jsലോ അല്ലെങ്കിൽ ആംഗുലാറിലോ റിയാക്റ്റിലോ ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു റൗട്ട് സ്ട്രക്ചർ ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. അതിനുശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് നമുക്ക് query equal to param and filter equal to true. ഈ സെക്ഷനാണ് query string അല്ലെങ്കിൽ params എന്ന് പറയുന്നത്. അത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഒരു ഈക്വൽ കൊടുത്തിട്ട് അതിന്റെ കീ വാല്യൂ സെപ്പറേറ്റ് ചെയ്യും. ഒന്നിലധികം വാല്യൂസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആംപർസാൻഡ് ഇട്ടിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗെറ്റ് റിക്വസ്റ്റിലൊക്കെ നമ്മൾ ഡാറ്റ പാസ് ചെയ്യുന്ന ഒരു സെർവറിലേക്ക് പാസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് #section1 ഇതിനാണ് ഫ്രാഗ്മെന്റ് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. ഫ്രാഗ്മെന്റ് ഐഡന്റിഫയർ പലപ്പോഴും നമ്മൾ ഒരേ പേജിലുള്ള ഡിഫറെന്റ് സെക്ഷനിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ലിങ്കോ അല്ലെങ്കിൽ ഒരു സെഷനോ ഒക്കെ ആയിരിക്കും ഫ്രാഗ്മെന്റ് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. ഇനി ചില ഡൊമൈൻസിലൊക്കെ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ഓതന്റിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സബ് ഡൊമൈൻ അല്ലെങ്കിൽ ഡൊമൈൻ അല്ലെങ്കിൽ ഹോസ്റ്റ് നെയിമിന്റെ മുമ്പായിട്ട് നമുക്ക് യൂസർ നെയിം പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതാണ് യൂസർ നെയിം പാസ്വേഡ് എന്ന് പറയുന്നത്. ഇനി ചില URL ഒക്കെ നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യും. അതായത് ഇപ്പൊ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ query equal to param space value എന്നാണുള്ളത്. ആ സ്പേസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ബ്രൗസർ എൻകോഡ് ചെയ്യും. URL എൻകോഡിംഗ് എന്ന് പറയും. URL എൻകോഡ് ചെയ്തിട്ട് സ്പേസിനുള്ള ഒരു കോമൺ എൻകോഡിംഗ് ആണ് %2f എന്ന് പറയുന്നത്. %2f എന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു സ്പേസ് ആണ്. അതേപോലെ ഫോർവേഡ് സ്ലാഷ് ഉണ്ടാവും. അങ്ങനെ ഓരോന്നിനും നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇങ്ങനെ URL എൻകോഡിംഗ് യൂസ് ചെയ്യും.